ഡി കെ പ്രൊഡക്ഷൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. മൈ ലൈഫ് മൈ മൂവി, എൻ്റെ സിനിമയും എൻ്റെ ജീവിതവും. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു എപ്പിസോഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ഷോർട്ട് മൂവി എടുക്കുന്നു. ആ ഷോർട്ട് മൂവിയിൽ നമുക്കൊരു ബഡ്ജറ്റ്, എത്ര രൂപ ഒരു ഷോർട്ട് മൂവിയിൽ നമുക്ക് ചിലവ് വരും എന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്കൊന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കൊരു 10 മിനിറ്റുള്ള ഒരു ഷോർട്ട് മൂവി, ഒരു മണിക്കൂറുള്ള ഒരു ഷോർട്ട് മൂവി, അല്ലെങ്കിൽ ഒരു 5 മിനിറ്റുള്ള, അല്ലെങ്കിൽ ചിലപ്പോൾ 1 മിനിറ്റുള്ള 2 മിനിറ്റുള്ള സംഭവം വരെയും ഷോർട്ട് മൂവി ആയിട്ട് ഇറങ്ങുന്നുണ്ട്, ചെറിയ കണ്ടന്റുകൾ. അപ്പോൾ നമ്മുടെ ലെങ്തിനനുസരിച്ചിട്ടും, ഞാൻ ആദ്യമായിട്ട് പറയാം, നമ്മളൊരു സിനിമയാകട്ടെ, നമ്മുടെ ഷോർട്ട് മൂവി ആകട്ടെ, എന്ത് തന്നെ ആയിക്കോട്ടെ, ആൽബംസ് ആയിക്കോട്ടെ, അതിൻ്റെ ബഡ്ജറ്റ് നിശ്ചയിക്കുന്നത് തീർച്ചയായിട്ടും അതിൻ്റെ സ്റ്റോറിയാണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം നമുക്ക് മൊബൈൽ കൊണ്ട് ചിത്രീകരിക്കാം. മൊബൈലിൽ തന്നെ ഡബ് ചെയ്ത് എഡിറ്റ് ചെയ്യുന്ന ഒരുപാട് സോഫ്റ്റ്വെയറും ആധുനിക കാലഘട്ടങ്ങളും ഒരുപാടുണ്ട്. ഫ്രീ മ്യൂസിക് BGM ഒക്കെ ചെയ്യുന്ന ടീമുകളുണ്ട്, നല്ല കുട്ടികളുണ്ട്. ഫ്രീ ആയിട്ട് എല്ലാവർക്കും തന്നെ അഭിനയിക്കുന്നു, മൊബൈലിൽ ഐഫോൺ കൊണ്ട് ഷൂട്ട് ചെയ്യുന്നു, ഡബിങ് സെക്ഷൻ ചെയ്യുന്നു, അതേപോലെ തന്നെ BG ഫോളി ഇതെല്ലാം ഫ്രീ ആയിട്ട് ചെയ്യുന്ന ടീമുകളുണ്ട്. പക്ഷേ എങ്കിൽ തന്നെയും നമുക്കിതൊന്നും അറിഞ്ഞുകൂടാമെങ്കിൽ തീർച്ചയായിട്ടും ഇതിനെല്ലാം ഫണ്ട് ചിലവാകും. പല ആൾക്കാരും പുതിയതായിട്ട് വരുന്ന ടീമാണെങ്കിൽ ഇതിനെക്കുറിച്ചൊരു ഐഡിയ ഇല്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറ്റിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 5 മിനിറ്റുള്ള ഒരു 10 മിനിറ്റുള്ള ഷോർട്ട് മൂവി ആയിരിക്കും. ചിലപ്പോൾ 25,000 to 50,000 രൂപ വരെ മേടിക്കുന്ന ആൾക്കാരുണ്ട്. കാര്യം എല്ലാവരും ആഗ്രഹം കൊണ്ടാണ് കടന്നു വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ആദ്യമായിട്ട് ഞാൻ പറയാനുള്ളത്, നിങ്ങളുടെ വിലപ്പെട്ട സാമ്പത്തികം, ഇപ്പോൾ 1 ലക്ഷം ആയിക്കോട്ടെ, 5 ലക്ഷം ആയിക്കോട്ടെ, ചിലപ്പോൾ 5 ലക്ഷം രൂപ മുടക്കിയൊക്കെ ഷോർട്ട് മൂവി പിടിക്കുന്ന ആൾക്കാരുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതാണ്, നിങ്ങളുടെ ക്വാളിറ്റിയോട് കൂടിയിട്ടൊരു സാധനം ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. പക്ഷേ നിങ്ങൾക്കൊരു നിലവാരമുണ്ട്, നിങ്ങളുടെ സംഗതി സക്സസ് ആണ്, നല്ല കണ്ടന്റ് ആണ്, നിങ്ങളൊരു പടമെടുത്ത് വിജയിച്ചു. നിങ്ങളുടെ ആദ്യം വിജയിക്കേണ്ടത് ക്വാളിറ്റി കൊണ്ടല്ല. ഈ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ഫണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് വാങ്ങാനൊക്കുന്ന ഒരു സാധനമാണ് ഹൈ ക്വാളിറ്റി ക്യാമറ, ഹൈ ക്വാളിറ്റി എഡിറ്റിംഗ്, ഹൈ ക്വാളിറ്റി സൗണ്ട് എഫക്റ്റ്. ഇതൊക്കെ ക്യാഷ് ഉണ്ടെങ്കിൽ വാങ്ങാം. പക്ഷേ നമ്മൾ എപ്പോഴും നോക്കേണ്ടത് നമ്മൾ എടുക്കുന്ന ഒരു സ്റ്റോറി, നമ്മുടെ ലൊക്കേഷൻ, നമ്മുടെ ആർട്ടിസ്റ്റ്, ഇത്രയും കാര്യങ്ങൾ, നമ്മുടെ ക്യാമറമാൻ, ഇത്രയും കാര്യങ്ങൾ അതിൻ്റെതായ രീതിയിൽ മേക്ക് ചെയ്തെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഒരു വർക്ക് സക്സസ് ആവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരുപാട് കാര്യം ആവർത്തിക്കുന്നില്ല. ഞാൻ ഒരുപാട് പ്രാവശ്യം എൻ്റെ ബ്ലോഗിൽ ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കണ്ടന്റാണ്. നമ്മളെ തൊട്ടടുത്തിറങ്ങിയ മഞ്ഞുമൽ ബോയ്സ്, അതേപോലെ തന്നെ പ്രേമലു, അതിനകത്ത് മോഹൻലാലോ രജനീകാന്തോ ആരും തന്നെ ഇല്ല. എക്സാമ്പിൾ, ഈ വന്ന കാലഘട്ടം ഓൾഡ് ജനറേഷൻ പോലുള്ള പഴഞ്ചൻ കാലഘട്ടമല്ല. അവർക്ക് വേണ്ട സ്റ്റോറി നിങ്ങൾ തിരഞ്ഞെടുക്കുക. പിന്നെ അതേപോലെ തന്നെ അത് മേക്കിംഗ് സ്റ്റൈലും ഡിഫറെൻ്റ് ആക്കുക. തീർച്ചയായിട്ടും നമ്മുടെ ചെറുപ്പക്കാർ അത് അംഗീകരിക്കുകയും അത് കയറി കാണുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യും. അഡൽട്ട് കണ്ടന്റ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നൊരു സംഭവമാണ്. ത്രില്ലിങ്, ക്രൈം, അതേപോലെ തന്നെ ലവ് സ്റ്റോറി, ഇതൊക്കെ സക്സസ് ആവുന്ന സാധനമാണ് ഈ വന്ന ജനറേഷനിൽ. ഓക്കെ, അപ്പോൾ അത് കണ്ടന്റ് എടുക്കുന്നവർ, തീർച്ചയായിട്ടും ഒരു ഷോർട്ട് മൂവിയുടെ കണ്ടന്റ് എടുക്കുന്നവർ അതിനെ ഫോളോ ചെയ്യുക. ഓൾഡ് സബ്ജക്റ്റിലേക്ക് ദയവ് ചെയ്ത് പോകരുത്. കാര്യം ഓൾഡ് സബ്ജക്റ്റൊക്കെ സീരിയലൊക്കെ ആണെങ്കിൽ വീട്ടിൽ ഇരുന്ന് അമ്മൂമ്മയും അപ്പൂപ്പനും ഒക്കെ കണ്ടുകൊണ്ടിരിക്കും. ഇന്നത്തെ കാലം വല്യച്ഛനും വല്യമ്മയൊന്നും മൊബൈൽ എടുക്കാത്ത കാലഘട്ടമാണ്. സീരിയൽ തീർച്ചയായിട്ടും വിജയിച്ചു പോകും. കരച്ചിലും വീഴ്ചയിലും ഒക്കെ ആയിട്ട് സീരിയൽ തീർച്ചയായിട്ടും വിജയിച്ചു പോകും. അത് വീട്ടിൽ ഇരിക്കുന്ന പ്രേക്ഷകരാണ്, മുതിർന്നവരാണ് കാണുന്നത്. ചെറുപ്പക്കാരും ഈ പറയുന്ന ഞാൻ പോലും വലുതായിട്ട് സീരിയൽ കാണത്തില്ല. കാണും, ഒന്നിനെ അവോയ്ഡ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. എല്ലാം കലാസൃഷ്ടികളാണ്. അപ്പോൾ അതുകൊണ്ട് നല്ല നല്ല സിനിമകൾ തന്നെ നമുക്ക് സ്കിപ്പായി പോകുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ നമ്മൾ ഭയങ്കര റിസ്ക്കുള്ള ഒരു മേഖലയാണ് ഈ ഒരു സിനിമ, സീരിയൽ, അതേപോലെ തന്നെ ഷോർട്ട് മൂവി. അറിയാൻ വയ്യാതെ ചെന്ന് ചാടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ഏതൊക്കെ അറിയാൻ വയ്യാന്ന് പറഞ്ഞാൽ ആർക്കും ഒന്നും അറിയില്ല. ഇവിടെ വന്നിട്ടാണ് എല്ലാവരും പഠിക്കുന്നത്. പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് പോലുള്ള ഭാഗങ്ങളിൽ പോയിട്ട് ഒരു ഭാഗത്ത് അതും പറ്റിക്കലും നടക്കുന്നുണ്ട്. ആർട്ടിസ്റ്റുകളെ പഠിപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് ലക്ഷങ്ങൾ വാങ്ങിയിട്ട് അവരൊരു അഭിനയിക്കാനുള്ള ഒരു മോഹം കൊണ്ട് ചെന്നിട്ട് ലക്ഷങ്ങൾ വാങ്ങിയിട്ട് പല ആൾക്കാരും ജീവിക്കുന്നുണ്ട്. അതിനകത്ത് പോയി കുറേ ആൾക്കാർ പെടുന്നുമുണ്ട്. നിങ്ങൾ നല്ലൊരു ആക്ടറാണെന്നേ, നിങ്ങൾക്ക് ദുഃഖം വന്നാൽ നിങ്ങൾ കരയും, സന്തോഷം വന്നാൽ നിങ്ങൾ ചിരിക്കും. പിന്നെ അതേപോലെ തന്നെ എന്ത് മൂമെന്റ്സ്, ദേഷ്യം വന്നാൽ നിങ്ങൾ എല്ലാ നവരസങ്ങളിലും നിങ്ങളിലുണ്ട്. മോഹൻലാൽ പറഞ്ഞിട്ടുണ്ട്, മോഹൻലാൽ കഥകളി ചെയ്തു, അത് പുള്ളി പഠിച്ചിട്ടാണോ? അല്ല, പുള്ളിയിൽ ഉണ്ടായിരുന്നു അത്. അങ്ങനെ പുള്ളി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പുള്ളി ചെയ്തു. അതെല്ലാം പുള്ളി വേണമെന്ന് വെച്ചിട്ട് അതിന് വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്തതാണ്, അല്ലാതെ ആരും കൈപിടിച്ച് പഠിപ്പിച്ചു കൊടുത്തതല്ല. അപ്പോൾ അതിരിക്കട്ടെ, അതൊരു എക്സ്പീരിയൻസ് ആയിട്ട് നിങ്ങൾക്ക് ഇരിക്കട്ടെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കണ്ടന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഷോർട്ട് മൂവിയിൽ ബഡ്ജറ്റാണ്. നമുക്ക് ആദ്യം ഞാൻ പറഞ്ഞു, സ്റ്റോറിയാണ് നമ്മുടെ ബഡ്ജറ്റ്, നമ്മുടെ ഷോർട്ട് മൂവിയുടെ ഒരു ബഡ്ജറ്റ് തീരുമാനിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ സ്റ്റോറി നമുക്കൊരു നമ്മുടെ ഏതെങ്കിലും വീടുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവം നമുക്ക് ചിത്രീകരിക്കാം. നേരെ മറിച്ച് നമുക്ക് വീടില്ലെങ്കിൽ നമുക്ക് വേറെ എവിടെയെങ്കിലും ദൂര സ്ഥലങ്ങളിലാണെങ്കിൽ അത്രയും സ്ഥലങ്ങളിലേക്ക് ട്രാവൽ ചെയ്ത് പോയി ആ ട്രാവൽ എക്സ്പെൻസായി അങ്ങനെയുള്ള സംഭവം ആകുമ്പോൾ തന്നെ ബഡ്ജറ്റ് മാറാൻ തുടങ്ങും ഇതൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് സ്റ്റോറി എഴുതുമ്പോൾ നമുക്കിപ്പം നമ്മുടെ നാട്ടിൻപുറത്ത് നമുക്ക് കിട്ടുന്ന, ഞാനിപ്പോൾ എൻ്റെ നാട്ടിൽ വെച്ചിട്ട് കുറേ സംഭവം എടുക്കും.
എനിക്ക് മറ്റുള്ള പ്രദേശങ്ങളിൽ കൊണ്ടുവച്ച് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ സൂട്ടബിൾ ആവുന്ന ഒരു വാഹനം, അല്ലെന്നുണ്ടെങ്കിൽ എന്ത് പ്രോപ്പർട്ടീസ്, ഒരു മൈക്ക് സെറ്റ്, അല്ലെങ്കിൽ ഒരു പന്തൽ, കല്യാണ വീട്, അതല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിന് കുറച്ച് ടീംസ്, അവരുടെ ഹെൽപ്പ്, അല്ലെങ്കിൽ കുറച്ച് വീട്, അല്ലെങ്കിൽ എനിക്കറിയാവുന്ന കുറച്ച് ഏരിയ, ഇതൊക്കെ നമുക്കറിയാത്ത ഒരു സ്ഥലത്ത് പോയാൽ ചിലപ്പോൾ നമ്മളെ ഈ ഷോർട്ട് മൂവി എന്നൊക്കെ പറഞ്ഞാൽ ചില ആൾക്കാർ പിടിച്ച് കണ്ടിച്ച് കളയും. അപ്പോൾ അതുകൊണ്ട് പല നമ്മൾ പ്രതീക്ഷിക്കാത്ത പല ബഡ്ജറ്റുകളും അതിനകത്ത് വന്നേക്കാം. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇമ്പോർട്ടൻ്റ് ഒരു 10 മിനിറ്റ് ഷോർട്ട് മൂവിക്ക് നമുക്ക് വേണ്ടത് നല്ലൊരു സ്റ്റോറി എഴുതി കഴിഞ്ഞാൽ അതിന് ചിലവാകുന്ന ബഡ്ജറ്റാണ് നല്ലൊരു പ്രിന്റ് എടുക്കുക എന്നുള്ളത്. അത് നമ്മൾ എഴുതുമായിരിക്കും, പക്ഷെ അത് ഒരു ഫയൽ ആക്കണമെങ്കിൽ തന്നെ ഏകദേശം നമുക്കൊരു 500 രൂപ നമുക്ക് അതിനകത്ത് ഇടാം. തൽക്കാലം ഷോർട്ട് മൂവിയുടെ ചെറിയൊരു സംഭവം ഒരു ഡയറി പോലാക്കി വൃത്തിയാക്കുന്നതിന് ഒരു 500 രൂപ നമുക്ക് ചിലവാകും. പ്ലസ് ഒരു 500 രൂപ ആദ്യം സ്റ്റാർട്ടിങ് കൂട്ടുക. അതിനുശേഷം നമുക്ക് ഇതിനകത്ത് ഈ സ്റ്റോറിയിൽ പറയുന്ന ചിലപ്പോൾ ഒരു പ്ലെയിൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 10 മിനിറ്റ് കൊണ്ട് ഷോർട്ട് മൂവി, അത് നിങ്ങൾക്ക് അറിയാമായിരിക്കും എത്ര രൂപ ആവുമെന്ന്. അപ്പോൾ അതേപോലെ തന്നെ അതാണ് പറഞ്ഞത്, സ്റ്റോറിയിൽ ഈ സാധനം ഒന്നും എഴുതി ചേർക്കാതിരിക്കുക. അതായത് നൈറ്റ് സീക്വൻസ് വരുന്ന ഓവർ ലൈറ്റുള്ള സീക്വൻസ്, പിന്നെ അതേപോലെ തന്നെ വാഹനങ്ങൾ, കൂടിയ വാഹനങ്ങൾ, അതൊന്നും നമുക്ക് കിട്ടിയെന്ന് വരില്ല. കിട്ടാൻ ചാൻസ് ഉണ്ടെങ്കിൽ എഴുതി ചേർക്കാം. അതല്ലാതെ നമുക്ക് കിട്ടാത്തൊരു സാധനമാണെങ്കിൽ പല ആൾക്കാരും കൊണ്ടുവരും റെന്റ്. എൻ്റെ ആദ്യത്തെ ഔഡി പ്ലസ് എന്ന് പറയുന്ന ഒരു മൂവി, ക്യാമറാമാൻ എല്ലാം സൈറ്റിൽ വന്നു, പലയിടത്തും ഔഡി കാറാണ് വേണ്ടത്. ഔഡി പ്ലസ് എന്ന് പറയുമ്പോൾ ഔഡി കാറാണ് വേണ്ടത്. അപ്പോൾ ആർട്ടിസ്റ്റുകൾ വന്ന് നിൽക്കുന്ന എല്ലാം വന്ന് നിൽപ്പുണ്ട്, പക്ഷെ നമുക്കൊരു ഔഡി കാർ പല ആൾക്കാരും ചോദിച്ചു, വലിയ വണ്ടിയാണ്ട് തരുന്നില്ല. ഏറ്റവും ലാസ്റ്റ് 6000 രൂപയ്ക്കാണ് ഒരു 3 ഷോട്ടിന് വേണ്ടിയിട്ട് നമ്മളത് അത്രയും ആർട്ടിസ്റ്റുകളും വെയിറ്റ് ചെയ്ത് നിന്ന് നമുക്ക് വന്ന് 2 ഷോട്ട് എടുത്ത് പോയി. പിന്നീട് ഇതിൻ്റെ കണ്ടിന്യൂറ്റി കിട്ടത്തില്ല, കാര്യം പിന്നീട് അവർക്ക് ഓട്ടം ഉണ്ട്, പിന്നെ വിളിച്ച സൗകര്യമില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ആനയുണ്ട്, ആ ആനയെ നമുക്ക് എപ്പോഴും കിട്ടും എങ്കിൽ മാത്രം നിങ്ങൾ ആ കഥാപാത്രത്തിൽ എഴുതി ചേർക്കുക. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാ കാൽക്കുലേഷനും തെറ്റിപ്പോകും. രണ്ടാമത്തെ കാര്യം, നമുക്കൊരു ക്യാമറ. ഈ ക്യാമറയ്ക്ക് ഏകദേശം എനിക്ക് തോന്നുന്നു 1500 രൂപ ആയിക്ക് റെന്റിന് നമുക്ക് ബോഡി മാത്രം കിട്ടും. പിന്നീട് നമുക്കൊരു ജിമ്പൽ വേണമെങ്കിൽ ഒരു 1000 രൂപ. പിന്നെ എൻ്റെ ലെൻസ് കിറ്റുകൾ വേണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്നതിൻ്റെ കൂട്ട് ഒരു 10-2500 രൂപയ്ക്ക് ലെൻസും കിട്ടും. ഒരു ക്യാമറാമാൻ സഹകരണമുള്ളവനാണെങ്കിൽ ഒരു 1000 രൂപ കൊടുത്താൽ കിട്ടും. അതല്ലാതെ പ്രൊഫഷണൽ ടീമൊക്കെ ആണ് എങ്കിൽ തീർച്ചയായിട്ടും ഒരു 3500 രൂപ 3000 രൂപ റേഞ്ചിലേക്കൊക്കെ പോകും. അപ്പം ക്യാമറ കോഴ്സ് മൊത്തം കൂടെ ഒരു ദിവസത്തേക്ക് നമ്മൾ പുറത്തുനിന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഒരു മിനിമം ക്യാമറയൊക്കെ ആണെങ്കിൽ ഒരു 4000 രൂപ, ചിലപ്പോൾ 6000 രൂപ ആ റേഞ്ചിലേക്ക് നിൽക്കും. പിന്നെ ഇതേപോലെ കോർഡ്ലെസ് മൈക്കുകളുണ്ട്, അത് വെച്ച് നമുക്ക് സിംഗിൾ സൗണ്ട് ഷൂട്ട് ചെയ്യാൻ പറ്റും. സിംഗിൾ സൗണ്ട് ഡബിങ്ങിന് പോകാത്ത ഒരവസ്ഥയിൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഗൺ മൈക്ക് വരുന്നുണ്ട്, സ്പോട്ട് ഡബ് ചെയ്യുന്ന ഗൺ മൈക്കിൻ്റെ ടീമുകളുണ്ട്. അവരെ വിളിക്കുമ്പോൾ എന്തായാലും ഈ പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ ചിലപ്പോൾ 5 രൂപ 10 രൂപ ആ റേഞ്ചിലൊക്കെ ചിലപ്പോൾ അങ്ങനെയും ബഡ്ജറ്റ് പോകും. 10 മിനിറ്റുള്ള സാധനമാണെങ്കിലും അവർ വിളിക്കുമ്പോൾ ആ ചാർജ് കൊടുത്തേ പറ്റുള്ളൂ. പിന്നെ ആരെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ, ഫ്രീ ആയിട്ട് ചെയ്യാം. പിന്നെ നമുക്ക് വേണ്ടത് അപ്പം ക്യാമറയ്ക്ക് ഏകദേശം ഒരു 6000 രൂപയായി, സ്ക്രിപ്റ്റിന് ഒരു 500 രൂപയായി, നമുക്ക് സൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു 5 രൂപ ചിലപ്പോൾ ആ ബഡ്ജറ്റിലേക്ക് നമുക്ക് അവർ നിൽക്കും. ഒരു 5 രൂപ മിനിമം, ചെറിയ ടീമുകളൊക്കെ ആണെങ്കിൽ ഒരു 5 രൂപ പെർ ഡേ ചിലപ്പോൾ അതിന് ചിലവായി. പിന്നെ നമ്മുടെ ഹെലിക്യാമിൻ്റെ ഷൂട്ടുണ്ടോ, ഹെലിക്യാമിൻ്റെ ഷൂട്ട് ഉണ്ടെങ്കിൽ പല റേഞ്ചിലുള്ള ഹെലിക്യാമുകളുണ്ട്. ചില ഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് 5000-ന് വരുന്നവരുണ്ട്, 3500 രൂപയ്ക്ക് വരുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ പല റേഞ്ചിലുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് വിളിക്കാം, എത്ര ക്വാളിറ്റി വേണം. അപ്പോൾ വലിയ ക്വാളിറ്റി ഒന്നും യൂട്യൂബ് ക്വാളിറ്റിയിൽ നമുക്ക് സാധാരണ ഒരു ഫാൻറ്റം എടുക്കുന്ന ഫുൾ HD നമ്മുടെ സാധാരണ ഒരു TV യിൽ ഓടും, കുഴപ്പമൊന്നുമില്ല. പിന്നെ തിയേറ്ററിലേക്ക് വരുന്ന പടമാണെങ്കിലേ ഉള്ളൂ അത് 4K കൊടുക്കേണ്ട കാര്യം. ഇപ്പം അത്യാവശ്യം OTT തന്നെ ആണെങ്കിൽ എല്ലാ വീട്ടിലും 35 ഇഞ്ച് 40 ഇഞ്ച് വലിയ TVകളാണ്. അപ്പോൾ അതിനകത്തേക്ക് വരുമ്പോൾ അത് പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് OTT ഒക്കെ 4K എടുക്കണം എന്നൊക്കെ പറയുന്നത്, വലിയ ക്യാമറ യൂസ് ചെയ്യണമെന്ന് പറയുന്നതിൻ്റെയൊക്കെ കാരണം അതിൻ്റെ പിക്സൽ കൂടുതലാണ്. അതിനെക്കുറിച്ച് സംസാരിക്കാനാണെങ്കിൽ കുറേ കാര്യങ്ങളുണ്ട്. എന്താണ് ഈ വലിയ, അത് നമുക്ക് വേറെ എപ്പിസോഡായിട്ട് നമുക്ക് ചെയ്യാം. പക്ഷേ ഇത്രയും വലിയ ഞാൻ അപ്പോഴും പറയുന്നത്, ഈ വലിയ ക്യാമറ കൊണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്, ചെറിയ ക്യാമറ കൊണ്ട് നമ്മൾ യൂസ് ചെയ്താലും ക്വാളിറ്റി ഇച്ചിരി കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കണ്ടന്റുകൾ, നമ്മുടെ ആർട്ടിസ്റ്റിൻ്റെ ആക്ടിങ്, നമ്മുടെ സ്റ്റോറിയൊക്കെ പൊളിഞ്ഞു പോയാൽ ഈ ക്വാളിറ്റി കൊണ്ടൊന്നും ഒരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുന്നത് നിങ്ങളുടെ സ്റ്റോറിയും നിങ്ങളുടെ മേക്കിംഗ് സ്റ്റൈലുണ്ട്. ക്യാമറയുടെ ക്വാളിറ്റി അല്ല, മേക്കിംഗ് സ്റ്റൈലുണ്ട്. ഒരു ആർട്ടിസ്റ്റ് ഒരു പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ അതൊന്ന് പാൻ ചെയ്ത് വരിക, അല്ലെങ്കിൽ സൂം ചെയ്ത് വരിക, അല്ലെങ്കിൽ ഫോക്കസ് ഔട്ട് ആയി മാറുക, അങ്ങനെയൊക്കെ കുറച്ച് ട്രിക്കുണ്ട് ഈ സാധനം. അതാണ് മേക്കിംഗ് സ്റ്റൈൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ നമ്മളത് ചെയ്യേണ്ട ഒരു പോർഷൻസ് ആണ്. അപ്പോൾ നമ്മുടെ ബഡ്ജറ്റ് സ്ക്രിപ്റ്റ് 500, ക്യാമറ യൂണിറ്റ് എല്ലാം കൂടി ഒരു 6500 രൂപ. അതിനുശേഷം മറ്റേ സ്പോട്ട് ഗൺ മൈക്ക് ഉണ്ടെങ്കിൽ ഒരു 5000. അപ്പോൾ തന്നെ ഒരു 10 മിനിറ്റുള്ള സാധനമാണെങ്കിൽ ഒരു ദിവസം എടുക്കും എന്തായാലും. പിന്നീട് ഇത് ലൈറ്റപ്പ് യൂണിറ്റിനെ വിളിച്ചു കഴിഞ്ഞാൽ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു ദിവസത്തേക്ക് ഒരു 10 രൂപ റേഞ്ചിലുള്ള, അല്ലെങ്കിൽ 15 രൂപ റേഞ്ചിലുള്ള ലൈറ്റ് യൂണിറ്റ് ആയിരിക്കും വരുന്നത്. ഈ വലിയ ലൈറ്റ് യൂണിറ്റൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ഇവർ പല ആൾക്കാരെയും, എനിക്കും പല ചതിയിൽ പറ്റിയിട്ടുണ്ട്. പിന്നെ പല ചെറിയ ടീമുകൾ കിടപ്പുണ്ട്, 10,000-5000-ത്തിനൊക്കെ വന്ന് ചെയ്ത് തരുന്ന ടീമുകളൊക്കെ ഉണ്ട്.
ഇൻഡസ്ട്രിയിലുള്ള കുറച്ച് ടീമുകളെ വിളിക്കുകയാണെങ്കിൽ അവരവരുടെ മെമ്പർഷിപ്പ് ഒക്കെ എടുത്തിട്ട് നിൽക്കുന്ന വലിയ ക്രൂസ് ആയിട്ട് 2 ലൈറ്റ് ആണെങ്കിലും ചിലപ്പോൾ 4-5 കയറി ആൾക്കാർ കയറി വരും. അവർ പറയുന്ന 1400 രൂപ കണ്ടാണ് ഒരാൾക്ക് ശമ്പളം സ്റ്റാഫന്മാർക്ക്. അപ്പോൾ അത് ചിലപ്പോൾ രാത്രി ഷൂട്ട് പോയി കഴിഞ്ഞാൽ അത് 10 മടങ്ങാവും. അതായത് 1400 പകലാണെങ്കിൽ രാത്രിയിലും 1400. അപ്പോൾ നമ്മൾ വിചാരിക്കും 1400 അല്ല ഉള്ളൂ, പക്ഷെ രാത്രിയിൽ പോകുമ്പോൾ അതിനും അവർ ഓവർ ടൈം അടിക്കും. അപ്പോൾ അങ്ങനെ ബഡ്ജറ്റുകൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പം ഷൂട്ടിൻ്റെ ലൈറ്റ് വിളിച്ചു കഴിഞ്ഞാൽ ഏകദേശം അതിനും ഈ പറയുന്നതിലോട്ട് ഒരു 15 രൂപ അല്ലെങ്കിൽ ഒരു 10 രൂപയെങ്കിലും മിനിമം ഇടാം. അവരുടെ ശമ്പളം മാത്രമാണ്, അവരുടെ യൂണിറ്റിൻ്റെ വാടകയും അതിൻ്റെ കാര്യങ്ങളും മാത്രമാണ്. അപ്പോൾ ക്യാമറയായി, ലൈറ്റായി, സ്പോട്ട് മൈക്കായി, പിന്നെ സ്ക്രിപ്റ്റായി. ഇനി നമുക്ക് ലൊക്കേഷനിലേക്ക് പോകാനുള്ള വാഹനങ്ങൾ, അതിന് എണ്ണ അടിക്കണം, ചിലപ്പോൾ റെൻ്റൽ വാഹനങ്ങൾ കാണും. അപ്പോൾ അതിന് എത്ര വാഹനമാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ ബഡ്ജറ്റ് അങ്ങനെ ഇടാം. ചിലപ്പം കൂട്ടി എല്ലാം കൂടെ കൂട്ടിയിട്ട് ഒരു ആർട്ടിസ്റ്റ് ഇപ്പോൾ കരുനാഗപ്പള്ളി അല്ലെങ്കിൽ നമ്മുടെ എറണാകുളത്ത് വന്ന് നിൽക്കുന്നു, നമുക്ക് കണ്ണമാലിയിലാണ് ഷൂട്ടെങ്കിൽ അവിടെ ബസ്സൊന്നും കിട്ടത്തില്ല പെട്ടെന്ന്. എങ്ങനെ വരും? തീർച്ചയായിട്ടും ആരെങ്കിലും പിക്ക് ചെയ്യേണ്ടി വരും. അപ്പം അല്ലെങ്കിൽ ടാക്സി വിളിച്ചവർ വരേണ്ടി വരും. അപ്പോൾ അവിടുന്ന് നമ്മൾ ലൊക്കേഷനിലേക്ക് എത്താൻ തീർച്ചയായിട്ടും ഒരു വണ്ടി എപ്പോഴും ഏത് ഷൂട്ടിനും ഒരു വണ്ടി അത്യാവശ്യമാണ്. പുറത്തുനിന്ന് ആർട്ടിസ്റ്റുകളൊക്കെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും രാത്രി ഷൂട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ വഴിക്ക് കിടന്നിട്ടുണ്ട് ഒരു വണ്ടി ഇല്ലാതെ. അതെൻ്റെ കൂടെയുള്ള ആർട്ടിസ്റ്റുകൾക്കൊക്കെ കയറി. അപ്പോൾ അത് അനുഭവം കൊണ്ട് പറയുകയാണേ. അപ്പോൾ തീർച്ചയായിട്ടും ഒരു 2-3 വണ്ടി, അതേപോലെ തന്നെ അതിന് എണ്ണ അടിക്കണം. അത് ചിലപ്പോൾ റെൻ്റൽ എടുക്കുമായിരിക്കും. അത് നിങ്ങൾക്ക് എന്തെങ്കിലും കേടുപാടുകൾ പറ്റാതെ നിങ്ങൾ സൂക്ഷിക്കണം. നിങ്ങൾ സെറ്റിൽ കൊണ്ടിട്ടിട്ട് നിങ്ങൾ പോയി, എനിക്കും പല പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. കാര്യം സെറ്റിൽ കൊണ്ടിട്ടിട്ട് പോയി ഞാൻ തിരിച്ചു വന്നപ്പോഴത്തേക്കിന് 2 ഡോർ, ഒരു ഇന്നോവയുടെ ബാക്ക് മുതൽ ഫ്രണ്ട് വരെ ആരോ ഉരച്ചു വെച്ചേക്കുന്നു. 2 ഡോറും ഇളക്കി പെയിന്റ് ചെയ്ത് കൊടുക്കേണ്ട ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ അറിയാതെ ഒരുപാട് അബദ്ധങ്ങൾ വന്നു പോകും. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ആ രീതിയിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ട്രാവൽ എക്സ്പെൻസ് എന്തായാലും നമുക്കൊരു കുറഞ്ഞൊരു 5000 രൂപ കൂട്ടാം. 10 മിനിറ്റുള്ള സബ്ജക്റ്റാണ് ഇത്രയും പ്രശ്നങ്ങൾ വരുന്നത്. ലൈറ്റായി, നമുക്ക് ട്രാവൽ എക്സ്പെൻസ് ആയി, ക്യാമറയായി, നമ്മുടെ സ്ക്രിപ്റ്റായി, സ്പോട്ട് മൈക്കായി. ഇനി നമുക്ക് വേണ്ട എന്താണ്? നമുക്ക് ആർട്ടിസ്റ്റുകൾ വരുമ്പോഴത്തേക്കും നമുക്ക് അത്യാവശ്യം എവിടെയെങ്കിലുമൊക്കെ ഇനി ഇരിക്കാനുള്ള ചെറിയ സംവിധാനം വേണം. പല സെറ്റിൽ പോകുമ്പോഴത്തേക്കും ഒന്ന് കസേര വേണം, അതേപോലെ തന്നെ ഇച്ചിരി വാട്ടർ, ദാഹജലങ്ങൾ വേണം. അപ്പോൾ അതേപോലെ തന്നെ പ്രൊഡക്ഷൻ്റെ കുറച്ച് ഐറ്റംസ് വേണം. അതെല്ലാം കൂടെ ഫുഡ് എത്ര പേരുണ്ടെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ഒരാൾ 2 പേരുള്ള ടീമായിരിക്കും, ചിലപ്പോൾ 10-25 പേരായിരിക്കും. അപ്പോൾ 25 കസേര വേണം, 25 ഊണ് വേണം. അതേപോലെ നിങ്ങളുടെ സ്ക്രിപ്റ്റിൻ്റെ അല്ലെങ്കിൽ ആർട്ടിസ്റ്റിനെ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് അവിടെ ബഡ്ജറ്റ് ഇടാം. ഞാനിപ്പോൾ അവിടെ എന്തായാലും ഇതെല്ലാം കൂടി 5000 രൂപ അതും കൂട്ടുക, ഫുഡ് ഉൾപ്പെടെ ചെറിയൊരു. അപ്പം ഫുഡും കഴിഞ്ഞു, നമുക്ക് ആൾക്കാർക്ക് ഇരിക്കാനുള്ള കസേരയായി, വാഹനമായി. ഇനി നമുക്ക് വേണ്ടതെന്നാണ് മേക്കപ്പ് വേണം. മേക്കപ്പിന് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 2500 രൂപ അത്യാവശ്യം ചെറിയ രീതിയിലൊക്കെ ചെയ്യുന്ന ടച്ചപ്പ്. അത് ഓവർ ടൈം ഉണ്ട്. പ്രൊഫഷണൽ ആർട്ടിസ്റ്റിനെ വിളിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സിനിമയിലൊക്കെ നിൽക്കുന്നവരെ വിളിച്ച് നൈറ്റും കൂടെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 2500 എന്നുള്ളത് രാത്രി 2500 കഴിക്കും, 5000 ആവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ടീം ആണെങ്കിലും വെച്ചിട്ട് നെയ്സിന് മേക്കപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത്യാവശ്യം അത് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ നമുക്ക് ബ്ലഡ് വേണം. ഈ മേക്കപ്പിനകത്ത് തന്നെ മേക്കപ്പ് ടീം കൊണ്ടുവരുന്നതാണ് ബ്ലഡ്. അതിന് എറണാകുളം അതേപോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഒരു സിറപ്പ് കിട്ടും, റെഡ് സിറപ്പ്. അപ്പോൾ അതാണ് മിക്കവാറും എല്ലാവരും യൂസ് ചെയ്യുന്നത്. 500 രൂപ കണ്ടാണ് അതിന് ബോട്ടിന് വരാം. അപ്പോൾ അതും ഞാൻ ഈ കൂട്ടത്തിലങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അതല്ലെങ്കിൽ ബീട്രൂട്ട് അടിച്ചിട്ട് ചെയ്യുന്നുണ്ട്, ബ്ലഡ് ചെയ്യുന്നുണ്ട് പല ആൾക്കാരും. പക്ഷേ പ്രൊഫഷണലായിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ ഈ സിറപ്പാണ്, 500 രൂപയുടെ സിറപ്പാണ്. 1 ലിറ്റർ എങ്ങാണ്ടാണെന്ന് തോന്നുന്നു അളവ്. അപ്പോൾ അത് യൂസ് ചെയ്യാം, അത് വായിലൊക്കെ കൊള്ളാൻ പറ്റും. അപ്പോൾ അത് വലിയ കെമിക്കലല്ല, അത് പ്രത്യേകം എന്തോ ഒരു സംഭവമാണ്. അപ്പം നമുക്ക് മേക്കപ്പ് പോയി. ഇനി നമുക്ക് കോസ്റ്റ്യൂമിലേക്ക് പോകാം. കോസ്റ്റ്യൂം ചിലപ്പം പലർക്കും ചിലപ്പോൾ യൂണിഫോം, പോലീസ് യൂണിഫോം ഒക്കെ ആണെങ്കിൽ ഒന്നേ തിരുവനന്തപുരം അല്ലെങ്കിൽ എറണാകുളം. തിരുവനന്തപുരം ആണെങ്കിൽ സൂര്യ എന്ന് പറഞ്ഞ വഴുതക്കാട് ഒരു സംഭവമുണ്ട്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഐഡൻറ്റി കാർഡൊക്കെ കൊടുക്കുകയാണെങ്കിൽ പോലീസ് യൂണിഫോം കിട്ടും. ഏകദേശം 350 രൂപ 500 രൂപ റേഞ്ചിലൊക്കെ വരും. SIയുടെ ആയാലും കോൺസ്റ്റബിളിൻ്റെ ആയാലും ആ റേറ്റിലൊക്കെ വരുന്നുണ്ട്. വഴുതക്കാട് ചെന്നാൽ ഒരുപാട് കോസ്റ്റ്യൂം കിട്ടും, അഡ്വക്കേറ്റന്മാരുടെ, അതേപോലെ ജയിൽ പുള്ളികളുടെ, അങ്ങനെയൊക്കെ ഒരുപാട് സംഭവമുണ്ട്. ആരെങ്കിലും സംശയമുള്ളവരുണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഇതിനകത്തൊക്കെ കാണും, ചാനലിനകത്ത് വിളിച്ച് ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞുതരാം സ്ഥലവും കാര്യങ്ങളൊക്കെ. അപ്പം ആ കോസ്റ്റ്യൂമും നമ്മൾ എടുത്തു. ഇനി നമുക്ക് വേണ്ട എന്താണ്? നമുക്ക് ലൊക്കേഷൻ വേണം. ലൊക്കേഷൻ ഒരു പോലീസ് സ്റ്റേഷൻ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുമോ? സെറ്റ് ഇടേണ്ടി വരും. തീർച്ചയായിട്ടും ആ പോലീസ് സ്റ്റേഷൻ്റെ ഫ്ലെക്സ് അടിക്കണം. അതിന് 2 പേര് ആർട്ടിന് നിർത്തണം. അതിനകത്ത് വെക്കുന്ന ഗ്ലോബ്, മഹാത്മാഗാന്ധിയുടെ ഫോട്ടോ, കുറേ ഓൾഡ് ഫയൽ, സർക്കാർ ഫയലുകൾ, അങ്ങനെ തുടങ്ങുന്ന ഒരുപാട് കാര്യങ്ങൾ. അതേപോലെ തന്നെ വേറൊരു ഓഫീസ് വേണം നിങ്ങൾക്ക്. പോലീസ് ആണെങ്കിൽ, പോലീസ് സ്റ്റേഷൻ ആണെങ്കിൽ പോലീസ് ജീപ്പിൻ്റെ ഫ്രണ്ടിൽ നിങ്ങൾക്കൊരു പോലീസ് ജീപ്പ് വേണം. ആ പോലീസ് ജീപ്പ് നിങ്ങൾ വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, പോലീസ് ജീപ്പ് ലൈസൻസോടുകൂടി വിളിച്ചു കഴിഞ്ഞാൽ അതിന് നമ്മുടെ കയ്യിൽ ടീമുണ്ട്. പക്ഷേ അതും തിരുവനന്തപുരത്തുനിന്ന് എനിക്ക് 2 പ്രാവശ്യം ഞാൻ വിളിച്ചതിന് ഏകദേശം 5000 രൂപ 6000 രൂപ അവർ ഓടി വരുന്നത് ഉൾപ്പെടെ. അതിനകത്ത് മറ്റേ പീക്കൺ ലൈറ്റും സ്റ്റിക്കറും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും. അത് അവർ സ്റ്റിക്കറൊക്കെ ഊരി വെച്ചിട്ടാണ് ഇവിടെ വരുന്നത്. സെറ്റ് വന്നിട്ട് പിന്നെ അത് ഒട്ടിച്ചെല്ലാം റെഡിയാക്കി തരും. പിന്നെ അവർക്ക് കിടക്കാനുള്ള റൂമുകളും കാര്യങ്ങളും ഒക്കെ കൊടുക്കണം. ഒരു ദിവസത്തേക്ക് അങ്ങാണ്ടാണ് 5000 രൂപ, 5000-6000 രൂപ ആവും. പക്ഷേ ഈ ഒരു പോലീസ് സീന് ഷൂട്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ടൈം, നിങ്ങളുടെ ലൊക്കേഷൻ, എത്ര ആർട്ടിസ്റ്റുകൾ, വണ്ടിയുടെ നമ്പർ, നിങ്ങളുടെ ഫോൺ നമ്പർ, ഇത്രയും എഴുതി നിങ്ങളുടെ തൊട്ടടുത്തുള്ള ആ ഷൂട്ട് ചെയ്യുന്ന പ്രദേശത്ത് ഏത് സ്റ്റേഷനാണോ അവിടെ
നിങ്ങൾ കൊടുത്തിരിക്കണം എന്നത് മസ്റ്റാണ്. ഇല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനാണ്, പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഷൂട്ട് മുടങ്ങും, ചിലപ്പോൾ എടുത്തുകൊണ്ട് പോവുകയും ചെയ്യും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഒരു പോലീസ് ജീപ്പിനും ഏകദേശം നമുക്ക് ബൊലീറോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം നമ്മുടെ സുഹൃത്തുക്കളെ ആരെങ്കിലും ഉണ്ടെങ്കിൽ വൈറ്റ് ബൊലീറോ ഒക്കെ വിളിച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. ഒരു 1000 രൂപ 500 രൂപയ്ക്കകത്തൊക്കെ കൊടുത്താൽ, എണ്ണ അടിച്ചു കൊടുത്താൽ വരുന്നവർ കാണും. ഒരു 1000 രൂപയ്ക്കകത്ത് നമുക്ക് പോലീസ് ജീപ്പ് വരും. പക്ഷേ അതിൻ്റെ സ്റ്റിക്കർ നമ്മൾ അടിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു സ്റ്റുഡിയോയിൽ പോയിട്ട് അതൊരു കുറഞ്ഞ ഒരു 150-200 രൂപയാവും. സ്റ്റിക്കർ ലേസർ പ്രിന്റ് എന്ന് പറയും അതിന്. അപ്പോൾ അത് അടിച്ചിട്ട് നമുക്ക് സ്റ്റിക്കറൊക്കെ ഒട്ടിക്കാം. അതിൻ്റെ സിമ്പലുണ്ട്, കേരള പോലീസിൻ്റെ സിമ്പലുണ്ട്, മലയാളവും ഇംഗ്ലീഷുമായിട്ടുള്ള ഫോണ്ടുണ്ട്. അതിനുശേഷം നമുക്ക് നോക്കാനാണെങ്കിൽ പിന്നെ ബീക്കൺ ലൈറ്റ്, അത് മെയിൻ ഒരു ഘടകമാണ്. ബീക്കൺ ലൈറ്റ് മുകളിൽ വെക്കുന്ന ബീക്കൺ ലൈറ്റ് ഈ പറയുന്നതിൻ്റെ കൂട്ട് എറണാകുളം സഹാസ് ബാല എന്ന് പറഞ്ഞിട്ടൊരു ആർട്ടിൻ്റെ സ്റ്റോറുണ്ട്. അവിടെ നമുക്കിത് എറണാകുളത്ത് 2-3 കടയുണ്ട്, സ്റ്റോറുണ്ട്, സിനിമയ്ക്കൊക്കെ സെറ്റ് കൊടുക്കണം. അവിടെ ചെന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ പാതി എമൗണ്ട്, പരിചയമില്ലാത്തവരാണെങ്കിൽ തന്നെയും പാതി എമൗണ്ട് അവിടെ അടയ്ക്കണം. ഐഡൻറ്റി കാർഡ് കൊടുക്കണം. അത് ഒരു ദിവസം കറക്റ്റായിട്ട് കൊണ്ട് കൊടുക്കണം. പിറ്റേന്നാണെങ്കിൽ അതിന് എമൗണ്ട് വേറെ ആയിരിക്കും. നമുക്ക് ബീക്കൺ ലൈറ്റ് പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ ചിലപ്പം കിട്ടത്തില്ല. അതേപോലെ തന്നെ ഹാൻഡ് കഫ് അതൊക്കെ അവിടെ ഉണ്ട്, ഈ ആർട്ട് സ്റ്റോറിലുണ്ട്. അപ്പോൾ അവിടെ ചെന്നിട്ട് നിങ്ങൾ അത് കറക്റ്റ് ചെയ്യുക. പിന്നെ അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഏതെങ്കിലും ഈ ആക്രിക്കടയിൽ പൊളിക്കുന്നിടത്തൊക്കെ പോകേണ്ടി വരും. ഞാനൊക്കെ പണ്ട് എൻ്റെ ഔഡി പ്ലസ് ചെയ്യുന്ന സമയത്ത് ഈ 2 സാധനം എടുക്കാൻ പോകുമ്പോൾ പൈസ ഇല്ലാതെ ലാസ്റ്റ് ഒരു നീല കപ്പ് മേടിച്ചിട്ട് ഒട്ടിച്ച് വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്, ലോങ്ങിന് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് നമ്മൾ ഓടിയിട്ടുള്ളതാണ്. എവിടെയെങ്കിലും ഒരു വൈറ്റ് വണ്ടി കാണുമെങ്കിൽ അപ്പോഴേ ചാടി പിടിക്കുമായിരുന്നു. കാര്യം അദ്ദേഹത്തിൻ്റെ നമ്പർ മേടിച്ചിട്ട് പലപ്പോഴും എനിക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഒരു ദീർഘവീക്ഷണമാണ് ചില കാര്യങ്ങൾ സിമ്പിളാക്കുന്നത്. പലപ്പോഴും ഓടി നടന്നാൽ കിട്ടത്തില്ല, അല്ലെങ്കിൽ ഭയങ്കര ബഡ്ജറ്റ് ആയിരിക്കും. അപ്പോൾ എന്തായാലും നമ്മുടെ പോലീസിൻ്റെ ജീപ്പും അത് ബീക്കൺ ലൈറ്റും എല്ലാം കൂടെ കൂട്ടിയിട്ട് നമുക്ക് ചിലപ്പോൾ ഒരു 2000 രൂപയ്ക്കകത്ത് തീരും. ചിലപ്പോൾ ഇതൊന്നും കിട്ടിയില്ല, അവരെ വിളിക്കുകയാണെങ്കിൽ ഒരു 5000 രൂപയ്ക്കകത്ത് തീരും. അപ്പോൾ എങ്ങനെയൊക്കെ പോയാലും അപ്പോൾ അത് ഇത്രയായി നമ്മുടെ ഷൂട്ടിങ്ങിൻ്റെ ലൊക്കേഷൻ ആർട്ട് സെറ്റ് ചെയ്യാം. അതല്ലാതെ തന്നെ വല്ല ലോഡ്ജ് വല്ലതും എടുക്കണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും നല്ലൊരു റിസോർട്ട് എടുക്കണം, നമുക്ക് റൂം വേണം. ചിലപ്പോൾ അവിടെ പൈസ കൊടുക്കേണ്ടി വരും. 2000 രൂപ മുതൽ 5000, 3000 ആ റേഞ്ചിലൊക്കെ ഉള്ള റൂംസൊക്കെ കിട്ടിയിട്ട് അതിനകത്ത് നമുക്ക് ഷൂട്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെ ലൊക്കേഷനിലും പൈസ കൊടുക്കേണ്ട ചില സംഗതികളുണ്ട്. പിന്നെ ഔട്ട്ഡോർ ഒക്കെ ആണെങ്കിൽ, ട്രാഫിക്കുള്ള സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ അതിന് പ്രത്യേകം പെർമിഷൻ നമുക്കെടുക്കണം. റെയിൽവേ സ്റ്റേഷനാണ് ചിത്രീകരിക്കണമെങ്കിലും അവർ അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം. സിനിമയ്ക്കൊക്കെ സെൻസറൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ പേപ്പറും കാര്യങ്ങളൊക്കെ ചോദിക്കും. അപ്പോൾ അതുകൊണ്ട് സിനിമയെ സംബന്ധിച്ചിടത്തോളം പല ആൾക്കാരും സെറ്റ് ഇട്ടിട്ടൊക്കെയാണ് നമ്മുടെ ചെയ്യുന്ന അവസരങ്ങളുണ്ട്. ഷോർട്ട് മൂവി ഒക്കെ ആണെങ്കിൽ നമുക്ക് ചീറ്റ് ചെയ്ത് എങ്ങനെയെങ്കിലുമൊക്കെ ചെയ്യാം. റെയിൽവേ സ്റ്റേഷനൊക്കെ ചെയ്യുന്ന വെച്ചിട്ട് പാടുള്ള സംഗതിയാണ്. പക്ഷേ അവരുടെ പെർമിഷനൊക്കെ മേടിക്കണമെങ്കിൽ സബ് ജയിൽ, അതേപോലെ തന്നെ പോലീസ് സ്റ്റേഷൻ, ഇതൊക്കെ സർക്കാരിൻ്റെ സംവിധാനങ്ങൾ, ഫോറസ്റ്റ്, ഇതൊക്കെ സർക്കാരിൻ്റെ സംവിധാനങ്ങളാണ്. വലിയ വള്ളിയാണ്, വലിയ പൈസ കെട്ടിവെക്കുക, അത് ഭയങ്കര മെനക്കേടാണ്. അപ്പം ഈ കണ്ടന്റിനകത്തുനിന്ന് നമ്മളതാ പറഞ്ഞത്, നമ്മളൊരു കണ്ടന്റ് എഴുതുമ്പോൾ അതൊക്കെ ഈ അവോർഡ് പൈസ ചിലവാകുന്നതും ബുദ്ധിമുട്ടുള്ളത് ലോങ്ങും അല്ലെന്നുണ്ടെങ്കിൽ ഹെവി സാധനങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ലോയിൽ നമുക്ക് എഴുതുക. എത്രത്തോളം നിങ്ങൾ വർക്കൗട്ട് നിങ്ങൾ മെമ്മറി ചെയ്യുന്നു അത്രത്തോളം ബഡ്ജറ്റ് കുറവായിട്ട് നിങ്ങൾക്ക് ചിത്രീകരിക്കാൻ പറ്റും. ഇപ്പം ഈ നൈറ്റിൽ സീൻ പോയില്ലെങ്കിൽ നിങ്ങൾക്ക് ജനറേറ്റർ ലാഭം. അവിടെ ജനറേറ്റർ വേണ്ട, ലൈറ്റ് വേണ്ട, ഒന്നും വേണ്ട. പകലാണെങ്കിൽ അത്യാവശ്യം റിഫ്ലക്ടർ, പിന്നെ ചെറിയൊരു വാം ലൈറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. ഇപ്പം നല്ല ക്യാമറ ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്, ISO ഒക്കെ കൂട്ടിയിട്ട് എടുക്കാൻ പറ്റുന്ന സംഭവം ഇറങ്ങിയിട്ടുണ്ട്. എന്നാലും ഫേസിലേക്കുള്ള ലൈറ്റ് നമ്മൾ കൊടുക്കണം, റിഫ്ലക്റ്റിംഗ് ചെയ്ത് കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ ഡാർക്ക്നെസ് ഫീൽ ചെയ്യും. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്കുള്ളത്. ചെറിയൊരു ഷോർട്ട് മൂവിയാണ്, പക്ഷേ ഇത്രയും സംഭവം അതിനകത്ത് പ്രൊഫഷണലായിട്ട് ചെയ്യുന്നെങ്കിൽ ഇത്രയും സംഭവം വേണം. ഇപ്പം പോസ്റ്റ് പ്രൊഡക്ഷൻ കൊണ്ട് കഴിഞ്ഞില്ല. ഇപ്പം നമ്മൾ ഷൂട്ട് ചെയ്ത് സിനിമയാണെങ്കിൽ ഒരു ഷൂട്ട് ചെയ്യുന്ന സാധനം എല്ലാം 4K അപ്പോൾ അതെന്തായാലും ഒരു ഹാർഡ് ഡിസ്ക് 4 TB 10,000 രൂപയാണ്. അപ്പം അതിൻ്റെ സൈസിനനുസരിച്ചിരിക്കും. ഒരു ഹാർഡ് ഡിസ്ക് മേടിച്ച് കൊടുക്കണം. ഈ ഹാർഡ് ഡിസ്ക് മേടിച്ച് മാത്രം പോരാ, ഇത് ഫീഡ്ബാക്ക് വേറൊരെണ്ണത്തിനകത്തോട്ട് കോപ്പി ചെയ്ത് വെക്കണം. കാര്യം ഈ ഷൂട്ട് ചെയ്ത സാധനം ഈ ഹാർഡ് ഡിസ്കിൽ എന്തെങ്കിലും പറ്റിപ്പോയി കഴിഞ്ഞാൽ മൊത്തം പോയി. അപ്പോൾ അതുകൊണ്ട് 2 ഹാർഡ് ഡിസ്കുള്ള സിനിമയ്ക്ക് 4-5 ഹാർഡ് ഡിസ്കൊക്കെ എടുക്കും. ഷോർട്ട് മൂവി അത്യാവശ്യം ഒരു 1 TB എങ്കിലും 2 ഹാർഡ് ഡിസ്ക് മേടിച്ചിട്ട് ഭദ്രമാക്കാൻ ശ്രമിക്കുക. നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു ഗ്യാരണ്ടി ഇല്ല. അപ്പോൾ നമ്മൾ ഈ സാധനം അത്യാവശ്യം സ്പോട്ടിലൊന്ന് എഡിറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ, ഒരു സ്പോട്ട് എഡിറ്റിനെ വിളിച്ചിട്ട് നമ്മൾ സ്പോട്ടിലൊന്ന് എഡിറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അത്യാവശ്യം ഫ്രീ ആയിട്ട് നമുക്കത് വലിയ എഫർട്ട് ഇല്ലാതെ എടുക്കുന്ന ഷോട്ടുകൾ ഒട്ടിച്ചിട്ട് കഴിഞ്ഞാൽ ഒരു 10 ദിവസം നമ്മൾ ഇരിക്കേണ്ടത് ആ ഒരു ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ ഔട്ട് അറിയാനും സിമ്പിളായിട്ട് ഒട്ടിച്ച് പോകാനും ബാക്കിയുള്ള എഡിറ്റിംഗ് സുഖമാവുകയും ചെയ്യും. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പം തന്നെ നമുക്ക് മാറ്റുകയും ചെയ്യാം. അപ്പോൾ സ്പോട്ട് എഡിറ്റ് മസ്റ്റാണ്. സ്പോട്ട് എഡിറ്റിന് ഇങ്ങനെയൊക്കെ പോയാലും ഒരു 5000 രൂപ 3000 രൂപ റേഞ്ച് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു ടീമും ചെയ്ത് കൊടുക്കുന്നുണ്ട് സ്പോട്ട് എഡിറ്റ്. അത്യാവശ്യം ഞാനും എഡിറ്റിംഗ് അത്യാവശ്യം ചെറുതായിട്ട് ചെയ്യും. അങ്ങനെ എന്തെങ്കിലും കണ്ടന്റ് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും വിളിക്ക്. ഫ്രീ ആണെങ്കിൽ തീർച്ചയായിട്ടും വരാം. ചെറിയൊരു എമൗണ്ടിന് തന്നെ വരാൻ പറ്റും. അപ്പം ഈ ഒരു കാര്യം നമ്മൾ സൂചിപ്പിച്ചു. പിന്നീട് നമുക്ക് വേണ്ടത് അപ്പം അത്യാവശ്യം ഈ ഇത്രയും കാര്യങ്ങൾ നമ്മളിവിടെ നിൽക്കട്ടെ. അപ്പോൾ ആർട്ടായി, ലൊക്കേഷനായി, വാഹനങ്ങളായി, മേക്കപ്പായി, പ്രൊഡക്ഷൻ്റെ ഫുഡായി, ക്യാമറ ആയി, സ്പോട്ട് മൈക്കായി, അതേപോലെ തന്നെ ട്രാക്ക് ആൻഡ് റോളി, പിന്നെ ഹെലിക്യാമായി. ട്രാക്ക് ആൻഡ് റോളി എന്ന് പറയുന്ന സംഭവമുണ്ട്. ലൈറ്റ് യൂണിറ്റിൻ്റെ കൂടെ തന്നെ ഒരു സംവിധാനമാണ് ഈ
ട്രാക്ക് ആൻഡ് റോളി സംഭവം അതൊക്കെ പണ്ടായിരുന്നു കാര്യം. ഇപ്പോൾ ജിമ്പലൊക്കെ ഉള്ളതിൻ്റെ പേരിൽ അത് ഹെലിക് ഷോട്ട് കുറേ എടുക്കും, കുറേ ഷോട്ട് ജിമ്പൽ എടുക്കും. അപ്പോൾ അതിൻ്റെ പേരിൽ അത് അവോയ്ഡ് ചെയ്യാം. അത് വന്നു കഴിഞ്ഞാൽ പിന്നെ പോയി കാര്യം. ഒരു ദിവസം എന്തായാലും പറഞ്ഞതിൻ്റെ കൂട്ടൊരു 10-15 രൂപ അവർക്ക് തന്നെ കൊടുക്കണം. കാര്യം ഈ ഇരുമ്പ് സാധനങ്ങളൊക്കെ വലിയ വണ്ടി കൊണ്ടുവന്ന് ചുമന്നിറക്കി അവരെ തീറ്റി പോറ്റണം. അങ്ങനെ വലിയൊരു പ്രശ്നമാണ്. അതൊക്കെ ഇപ്പോൾ ഒഴിവാക്കി. അതിപ്പോൾ നമ്മൾ പറയേണ്ട കാര്യമില്ലത്. അപ്പോൾ അതുകൊണ്ട് ഇത്രയും കാര്യങ്ങളായി കഴിഞ്ഞാൽ തന്നെ ഈ സാധനം ഡബ് ചെയ്യണം. അതായത് നമ്മൾ സ്പോട്ട് മൈക്ക് ഉപയോഗിച്ചില്ല, ഗൺ മൈക്ക് ഉപയോഗിച്ചില്ലെങ്കിൽ എല്ലായിടത്തും ഗൺ മൈക്ക് നമുക്കൊന്നും ഉപയോഗിക്കാൻ ഒക്കത്തില്ല. ചില കാര്യം ഒരു ട്രൈവേ ട്രാക്കിന്റെ അടുത്താണ് നമ്മൾ നിന്ന് ഒരു സ്പോട്ട് മൈക്ക് കൊണ്ട് ഡബ് ചെയ്യുന്നതെങ്കിലും ബാക്കിലുള്ള ട്രെയിനിന്റെ സൗണ്ടും നമ്മുടെ സൗണ്ടും ഒക്കെ ഏകദേശം ഒറ്റ ഫയലാണ്. അപ്പോൾ ഇത് പൊക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിലെ സംഗതി കൂടെ പൊങ്ങിക്കൊടുക്കും. ഒരു പരിധി വരെയൊക്കെ ഫിൽറ്ററൊക്കെ ഇട്ട് ഗൺ മൈക്ക് യൂസ് ചെയ്യാം. പക്ഷേ എങ്കിൽ തന്നെയും പലയിടത്തും ഫ്ലോപ്പ് ആയി പോകും. ഗൺ മൈക്ക് കൊണ്ട് യൂസ് ചെയ്യുന്ന പല കാര്യങ്ങളും ഫ്ലോപ്പ് ആയി പോകും. അപ്പോൾ അതുകൊണ്ട് അല്ലെങ്കിൽ അത്രയും ടൈം എടുത്തിട്ട് ചെയ്യേണ്ടി വരും അവർ. അപ്പോൾ അതൊക്കെ ഷൂട്ടിനെ നല്ല രീതിയിൽ ബാധിക്കുന്ന സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഗൺ മൈക്ക് കൊണ്ട് യൂസ് ചെയ്താലും ഇല്ലെങ്കിലും ഗൺ മൈക്ക് കൊണ്ട് യൂസ് ചെയ്താൽ തന്നെ പല ഭാഗത്തും പാച്ച് വർക്കുകൾ വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് അത്യാവശ്യം പിന്നെ ഡബ്ബിങ് പോവുകയാണെങ്കിൽ ഇപ്പോൾ ദൂരെ നിന്നൊരു ഷൂട്ട് ചെയ്ത ഒരു സാധനമാണെങ്കിൽ നമുക്ക് എങ്ങനെയും അതിൻ്റെ പൈലറ്റെങ്കിലും നമുക്ക് എങ്ങനെയെങ്കിലും കേൾക്കണം. കേട്ട് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഒരു സ്റ്റുഡിയോയിൽ ചെന്നിട്ട് ഇത് കറക്റ്റായിട്ട് പറയാനൊക്കത്തുള്ളൂ. അല്ലെങ്കിൽ അദ്ദേഹം എന്താണ് പറഞ്ഞത് എന്ന് നമുക്ക് പിടിയിട്ടതല്ല. ആ ലിപ്പ് അനക്കുന്നത് വെച്ചിട്ട് നമ്മൾ ഗ്യാച്ച് ചെയ്ത് വലിയ ബുദ്ധിമുട്ടാണത്. അപ്പോൾ അതിൻ്റെ പേരിൽ എങ്ങനെയെങ്കിലും ഒരു മൊബൈലെങ്കിലും അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ സേവ് ചെയ്ത് വെക്കാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ നല്ല പോസ്റ്റർ അടിക്കാൻ നല്ലൊരു 10,000 രൂപ കൊടുത്താലും നല്ലൊരു സ്റ്റിൽ ഫോട്ടോഗ്രാഫറെ നിർത്തി കഴിഞ്ഞാൽ മനോഹരമായ അഭിനയിക്കുന്ന ഒരു മുഹൂർത്തങ്ങളിൽ അടിപൊളി ഒരു പിക്ചർ നിങ്ങൾക്ക് കിട്ടും. അതിനുശേഷം ഡബ്ബിംഗ് സ്റ്റുഡിയോയിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു മണിക്കൂറിന് 300 രൂപ വീതമാണ് നമ്മുടെ ഡബ്ബിങ്. ആ ഡബ്ബിങ് സെക്ഷൻ എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡബ്ബിംഗ് സെക്ഷൻ എല്ലാം കൂടെ ഒരു 10 മിനിറ്റുള്ള ഷോർട്ട് മൂവിക്ക് കൂടി എന്നാൽ ഒരു 2,000 രൂപ, 1,500 രൂപ, ചിലപ്പോൾ 1000 രൂപയ്ക്കകത്ത് നിൽക്കും. അങ്ങനെയുള്ള സംഭവം. അപ്പം അത് വലിയ കാര്യമൊക്കെയാണ്. പിന്നെ ബി ജിയിലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും ഒരു ചെറിയ ബാക്ക്ഗ്രൗണ്ട് ബി ജി വായിക്കണമെങ്കിൽ ഈ പറഞ്ഞതിൻ്റെ തൊട്ട് 3 to 5 രൂപ വരെ മിനിമം മേടിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ഫോളി, എൻ്റെ മിക്സിങ്, എഡിറ്റിങ്, കളറിങ്, ഇത് ഇത്രയെല്ലാം കൂടി പാക്കേജായിട്ട് ചെയ്യുമ്പോഴും ഏകദേശം ഒരു 15 രൂപയെങ്കിലും ചിലപ്പോൾ ഇതിനെല്ലാം കൂടെ ചിലവാകും. എഡിറ്റിങ്, ഡബ്ബിങ്, ബി ജി, ഫോളി എല്ലാം കൂടെ മിനിമം രീതിയിലാണ്. പക്ഷേ ഈ 10 മിനിറ്റുള്ള ഒരു സാധനം VFX അതേപോലെ തന്നെ ഭയങ്കര സൗണ്ട് ക്വാളിറ്റിയിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ 10 മിനിറ്റുള്ള സാധനം 50,000 രൂപയ്ക്ക് നമുക്ക് തീർക്കാൻ പറ്റും. ഒരു 10,000 രൂപയ്ക്കും തീർക്കാനാകും. ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഷോർട്ട് മൂവി ഇറങ്ങി. ഷോർട്ട് മൂവിയുടെ ഫസ്റ്റ് പ്രിന്റ് നമ്മുടെ കയ്യിൽ കിട്ടിയാൽ അപ്ലോഡ് ചെയ്യുക എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഇപ്പം നമ്മളൊരു സാധനം ഇത്രയും കഷ്ടപ്പെട്ടെടുത്ത 50,000 രൂപ, 1,00,000 രൂപ മുടക്കിയെടുത്ത ഈ ഒരു സാധനം 10 മിനിറ്റ് കൊണ്ട് ആൾക്കാർ കണ്ട് കളയുക. അത് നല്ല കണ്ടന്റ് ആണെങ്കിൽ ഇടിച്ചു കയറി പോകും. അടൽ കണ്ടന്റ് ഒക്കെ ആണെങ്കിൽ അത് ആവശ്യമുള്ളൊരു എന്തെങ്കിലും കാണുമ്പോൾ തന്നെ പോസ്റ്ററിനകത്ത് എന്തെങ്കിലും ഇച്ചിരി ഓപ്പൺ ആക്കി കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ ചുമ്മാങ്കിലും കയറി അതിനകത്തൊന്ന് കുത്തുന്ന ആൾക്കാരുണ്ട്. പിന്നെ നല്ല കണ്ടന്റ് ആണെന്നുണ്ടെങ്കിൽ ആൾക്കാർ ഇടുമ്പോഴേ അപ്പോഴേ ഷെയറിങ് തുടങ്ങും. അടിപൊളി കണ്ടന്റ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഷെയർ ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ എൻ്റെ ഈ ചാനൽ തന്നെ ഏകദേശം 4 വർഷമായി തുടങ്ങിയിട്ട്. അപ്പോൾ എൻ്റെ ചാനൽ പലപ്പോഴും വീഡിയോ ഇടായിരുന്നു സ്റ്റക്കായ ഒരു അവസ്ഥയിലാണ്. അപ്പോൾ ഇത്ര 2 സിനിമയും കുറേ ഷോർട്ട് മൂവിയും ഒരു 10-12 പാട്ടുകൾ, സിനിമാ പാട്ടുകളും റിലീസായ ഒരു ചാനലാണിത്. പക്ഷെ എന്നിട്ടും ഹൈപ്പ് അങ്ങോട്ട് വന്നിട്ടില്ല. കാര്യം അതിന് നിരന്തരം ഞാൻ ഈ ചാനലിനെ ശ്രദ്ധിക്കാത്തതിൻ്റെ പേരിലാണ്. അപ്പോൾ അതുകൊണ്ട് നല്ല ഒരു വ്യൂവേഴ്സ് ഉള്ള ഒരു ചാനൽ നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു 1,00,000 വ്യൂവേഴ്സ് ഉള്ള ഒരു സംഗതിയാണെങ്കിൽ ഒരു 10,000 പേര് അല്ലെങ്കിൽ ഒരു 5,000 പേരെങ്കിലും പെട്ടെന്ന് കയറി കാണും. പിന്നീട് നമുക്ക് ആരും കണ്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അതിന് നമ്മൾ ഇച്ചിരി പൈസ ഇറക്കണം. കാര്യം പല രീതിയിൽ നമുക്ക് ഇതിനെ പ്രൊമോഷൻ ചെയ്യാം. നമ്മൾ ചെറിയ വീഡിയോകൾ കട്ട് ചെയ്തിട്ടുകൊണ്ട് നമുക്ക് ഇൻസ്റ്റയിൽ ഇടുക, ഫേസ്ബുക്കിൽ ഇടുക, പിന്നെ അതേപോലെ തന്നെ നമ്മുടെ സുഹൃത്തുക്കൾക്കെല്ലാം അയച്ചു കൊടുക്കുക. അങ്ങനെ എന്തെങ്കിലും നല്ല കണ്ടന്റുകൾ ഉണ്ടെങ്കിൽ ആ മൂവി ഏതാണ് അതിൻ്റെ ബാക്കി കാണണമെന്നൊരാഗ്രഹം ആൾക്കാർക്ക് ഉണ്ടാവുകയും തീർച്ചയായിട്ടും അത് നിങ്ങളിൽ വന്നത് കാണുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെ വിജയിക്കും. അപ്പം ഏകദേശം എനിക്ക് പറയാനാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഈ ഒരു ഷോർട്ട് മൂവിക്ക് ഒരു ബഡ്ജറ്റാണ് നമ്മൾ തീരുമാനിച്ചത്. അതിനകത്ത് ഒരുപാട് കാര്യങ്ങളും പറഞ്ഞു പോയി. കാര്യം പറയേണ്ടി വന്നു. ഒരുപാട് സമയമായി യൂട്യൂബിൽ. അതിനകത്ത് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന പണികളായാലും അല്ലെങ്കിൽ നിങ്ങളുടെ പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും എല്ലാം ഞാൻ ഇതിനകത്ത് അത്യാവശ്യം പറഞ്ഞ വിഷയത്തിനെ ആസ്പദമാക്കി ഒന്ന് പറഞ്ഞു പോയിട്ടുണ്ട്. കുറേയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധയിലോട്ട് ഞാൻ കൊണ്ടുവന്നിട്ടെന്ന് എന്നാണ് എൻ്റെ ഒരു ഉദ്ദേശം. കാരണം നിങ്ങളുടെ ആർട്ടിസ്റ്റുകൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇരിക്കാൻ ഒരു കസേര അവിടെ ഇല്ലാതാവരുത്, അല്ലെങ്കിൽ കുടിക്കാൻ വെച്ച് വെള്ളം ഇല്ലാതാവരുത്. അതുപോലെ വിട്ടുപോകാതെ എല്ലാ കാര്യങ്ങളും ഷോർട്ട് മൂവിയുടെ ബഡ്ജറ്റും ഒന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്, അതിൻ്റെ പ്രൊഡക്ഷൻ സംഗതികളും സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായി കഴിഞ്ഞാലും ഏകദേശം ഇത്രയും കാര്യത്തിന് ഒരു 10 മിനിറ്റുള്ള ഒരു ഷോർട്ട് മൂവിക്ക് നമുക്ക് 1,00,000 രൂപയ്ക്കും ചെയ്യാം, ചിലപ്പോൾ അതൊരു 25,000 രൂപയ്ക്കും ചെയ്യാം, ഒരു 10,000 രൂപയ്ക്കും ചെയ്യാം. അപ്പോൾ ഇതാണ് നിങ്ങൾ തീരുമാനിക്കുക നിങ്ങളുടെ സ്റ്റോറി എങ്ങനെ വേണം. 2 ആർട്ടിസ്റ്റിനെ വെച്ച് ചെയ്താൽ പ്രൊഡക്ഷൻ്റെ ഫണ്ട് കുറയും, പോലീസ് ജീപ്പ് ഇല്ലെങ്കിൽ അതിൻ്റെ ഫണ്ട് കുറയും. ഇപ്പോൾ ഇനി പോലീസ് ജീപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ആരെങ്കിലും ആണെങ്കിൽ 5,000 രൂപയുടെ സാധനം 500 രൂപയുടെ എണ്ണ അടിച്ചു കൊടുത്ത് സ്റ്റിക്കർ മേടിച്ച്
ഒരു പീക്കൺ ലൈറ്റ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് 1000 രൂപ 1500 രൂപയ്ക്കകത്ത് തീരും. അപ്പം അങ്ങനെ പിന്നെ ഒരു റിസോർട്ട് വാടകയ്ക്ക് എടുക്കുക, നിങ്ങളുടെ സുഹൃത്തിൻ്റെ ഉണ്ടെങ്കിൽ അതും തീരും. അങ്ങനെ ഞാൻ പറയുന്നത് ഇനി ഒന്നുമില്ല, ഇനി നിങ്ങൾക്ക് ആരും 5 പൈസ സഹായിക്കാനുമില്ല, പിന്നെ നിങ്ങൾക്ക് ഒരു കാര്യം സപ്പോർട്ട് ചെയ്തു തരാനും ആളില്ലെങ്കിൽ തീർച്ചയായിട്ടും 10 മിനിറ്റുള്ള ഒരു ഷോർട്ട് മൂവി മിനിമം ഒരു 50,000 രൂപ കൈ വെച്ചുകൊണ്ട് ഇറങ്ങാവുള്ളൂ. കാരണം ഈ സാധനം എല്ലാം അടുപ്പിക്കണമെങ്കിൽ നിങ്ങൾ ഷൂട്ട് ചെയ്യുമോ, നിങ്ങൾക്ക് ആർട്ടിസ്റ്റിന്റെ ഫുഡ് ഉണ്ടാക്കാൻ പോവുമോ, അല്ലെങ്കിൽ വണ്ടി എടുക്കാൻ പോവുമോ, 2 പേരെ അതിനായിട്ട് നിർത്തണം. അവർക്ക് ചിലപ്പോൾ ശമ്പളം കൊടുക്കേണ്ടി വരും, അവർക്ക് ഫുഡ് കൊടുക്കേണ്ടി വരും. പറഞ്ഞ് മനസ്സിലായി? അപ്പോൾ അതുകൊണ്ട് 10 മിനിറ്റുള്ള ഷോർട്ട് മൂവി ആണെങ്കിൽ തന്നെയും ഒന്നേ ഹെൽപ്പിന് ആളെ കൂട്ടുക, അല്ലെങ്കിൽ ഒരു 50,000 രൂപ മിനിമം കൈ വെക്കുക. ഇത്രയും പ്രോസസ്സ് ഉണ്ട്, വെറും കുഞ്ഞുകളിയല്ല. നമ്മുടെ ഒരു സിനിമയായാലും ഷോർട്ട് മൂവി ആയാലും ഈ ഇരിക്കുന്ന എഡിറ്റ് ചെയ്യുന്ന സാധനം തന്നെ അത്യാവശ്യം എനിക്കൊരു ലൈറ്റ് ഉണ്ട്, എൻ്റെ ഫ്രണ്ടിലൊരു സ്റ്റാൻഡുണ്ട്, അതിലൊരു ക്യാമറയുണ്ട്, അതിനകത്തൊരു മൈക്കുണ്ട്. ആ മൈക്ക് ഇതിനകത്തായിട്ട് കണക്ട് ചെയ്തേക്കുകയാണ്. അത്യാവശ്യം വലിയ കുഴപ്പമില്ലാതെ നമ്മുടെ വീടിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ചെറിയൊരു സെറ്റപ്പുള്ള ഒരു സംഭവമുണ്ട്, ഒരു ഫ്രെയിമിങ്ങിനായിട്ട് നമ്മളൊരു ചെയറുണ്ട്. ഇത്രയും കാര്യങ്ങളാണ്. ഇതിന് ശേഷം ഏകദേശം ഒരു 1/4 മണിക്കൂറോളം ഇരുന്ന് നല്ലൊരു തമ്പനയിൽ ഞാൻ റെഡിയാക്കുന്നു. അതിനുശേഷം ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നു. അതിനുശേഷം ഞാൻ ഇതിന് ക്യാപ്ഷൻ കണ്ടുപിടിച്ച് രാത്രി കുത്തിയിരുന്ന് MB ചിലവാക്കിയിട്ട് നിങ്ങളിലേക്ക് അപ്ലോഡ് ചെയ്തു തരുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സംഭവം കൊണ്ട് തന്നെ ഇവിടെ നടക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഷോർട്ട് മൂവി ആകുമ്പോൾ ഇതേപോലെ തന്നെ നല്ല പ്രോസസ്സാണ്. നമ്മൾ നിസ്സാരമായിട്ട് അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കുന്ന കാര്യം സിമ്പിളായിട്ട് കാണുന്ന ആൾക്കാരുണ്ട്. ഷോർട്ട് മൂവി സിനിമയൊക്കെ ചവറ് പോലെ കാണുന്ന ആൾക്കാരുണ്ട്. പക്ഷെ പല ആൾക്കാരും ആഗ്രഹമുണ്ട് ഇറങ്ങണമെന്ന്, പക്ഷെ ഇത് എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന് അറിയാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യമാണ് 10 മിനിറ്റുള്ള ഷോർട്ട് മൂവി ആയാലും 5 മിനിറ്റുള്ള ഷോർട്ട് മൂവി ആണെങ്കിലും 1 മണിക്കൂറുള്ള ഷോർട്ട് മൂവി ആണെങ്കിൽ പിന്നെ പറയണ്ട, ബഡ്ജറ്റ് ഇങ്ങനെ നീണ്ടുകൊണ്ടേയിരിക്കും. ഫ്രീ ആയിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് എല്ലാം ചെയ്തു തരും. കുറച്ചൊക്കെ ടേസ്റ്റ് ഉള്ളവനെ നിർത്തുക, പൈസ മാത്രം കൊതിക്കാത്ത കലയുമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ടീമിനെ കണ്ടെത്തുക, അവനെ മാത്രം നിർത്തുക. അല്ലെങ്കിൽ നിങ്ങളെ വഹിച്ചു കൊണ്ടുപോകും, നിങ്ങളുടെ വർക്കും കുളവാകും, നിങ്ങൾക്ക് ഔട്ടും കിട്ടത്തില്ല. അവൻ പണം മാത്രം മോഹിച്ചു വരുന്നവനാണ്, അല്ലാതെ നിങ്ങളുടെ പ്രോജക്റ്റ് നന്നാക്കാൻ വരുന്നവനല്ല. പറഞ്ഞ മനസ്സിലായി? അതിനുള്ള കൂറും അവന് കാണത്തൊന്നുമില്ല. അപ്പോൾ അത് പ്രത്യേകം മനസ്സിലാക്കി. എനിക്ക് ഒരുപാട് പണികൾ കിട്ടിയതാണ്. ഒരു വകയില്ലാതെ ആഹാരം കഴിക്കാൻ ഗതിയില്ല എന്ന് പറഞ്ഞവന് വിളിച്ചിട്ട് പിന്നെ ഞാൻ ജോലി കൊടുത്തവനാണ്. അവസാനം തെറി കേട്ടവനാണ്, അടിയും ബഹളം കാര്യങ്ങളും ഒക്കെ ആയത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതൊരു കടലാണ്. ഇറങ്ങുമ്പോൾ മാക്സിമം അതിൻ്റെ ചുറ്റുവട്ടമുള്ള കാര്യങ്ങൾ അറിയുക. നിങ്ങളൊരു കണ്ടന്റ് നിങ്ങളുടെ മനസ്സിൽ കിടപ്പുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് ഇറങ്ങി ചാമ്പിക്കഴിഞ്ഞാൽ റെഡിയാവുമെന്ന് നിങ്ങൾ വിചാരിക്കും. ഞാനങ്ങനെ വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ടുള്ള ആ അനുഭവങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവച്ചത്. അപ്പോൾ മാക്സിമം നമ്മുടെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഒരുപാട് പേരുണ്ട്. പല ആൾക്കാരും പല കാര്യങ്ങളും പഠിക്കട്ടെ, വളർന്നു വരട്ടെ. ഒപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സഹായങ്ങൾ വേണമെങ്കിൽ എന്നെക്കൊണ്ട് പറ്റുന്ന എഡിറ്റിംഗ് അല്ലെങ്കിൽ ആർട്ട്പരമായിട്ടുള്ള എന്തെങ്കിലും സംഭവം എന്നെക്കൊണ്ട് പറ്റുന്നെങ്കിൽ എടുത്തു തരാം. പിന്നെ ആർട്ടിസ്റ്റ്പരമായിട്ട് എന്തെങ്കിലും കാര്യമാണെങ്കിൽ അത്, പിന്നെ വാഹനങ്ങൾ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്തു തരാം. പിന്നെ ഈ യൂട്യൂബിൽ തന്നെ നമുക്ക് അപ്ലോഡ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും അപ്ലോഡ് ചെയ്യാം. അങ്ങനെയുള്ള എന്ത് വിഷയമാണെങ്കിലും നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ മടിക്കേണ്ട. തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടത്തിലൊരു ടീംസാണ്. ഒരുപാട് സ്ട്രഗിൾ ചെയ്തതിൻ്റെ പേര് തീർച്ചയായിട്ടും സിനിമയ്ക്ക് വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരെ, പോസിറ്റീവായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരെ എനിക്ക് ഒരുപാട് കാര്യമാണ്. അപ്പോൾ അത്തരത്തിൽ തീർച്ചയായിട്ടും എൻ്റെ ഭാഗത്തു നിന്ന് സഹായം ഉണ്ടാവും. നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ തീർച്ചയായിട്ടും വിളിക്കാം. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ